ഇന്ന് മുതൽ എന്റെ സ്കൂളിലത്തെ വിശേഷമാണ്. ഞാൻ മാലാഖയാവാൻ പോവാണ്. അപ്പൊ നല്ല സന്തോഷമുണ്ട്. മമ്മി ഇപ്പൊ വരും മേക്കപ്പ് ചെയ്തതാ. സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷന് ഒരു 3-4 മാസം മുമ്പ് തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു വൈറ്റ് ഫ്രോക്ക് വേണമെന്നും ഏഞ്ചൽ മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളതും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫ്രോക്കൊക്കെ റെഡിയായി വന്നപ്പോൾ സെലിബ്രേഷന്റെ 3-4 ദിവസം മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും അതിന് മുൻകൈ എടുത്തതും അവള് തന്നെയാണ്. പക്ഷെ രാവിലെ എണീറ്റതേ വയറ് വേദന ആവുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. സാധാരണ ഇങ്ങനെ മടി പിടിച്ചെടുക്കാത്ത വലിയ വേദനകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പറയാത്ത ഒരാളായതുകൊണ്ടും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെയധികം സന്തോഷം പ്രസരിപ്പൊക്കെ ഉണ്ടാവാറുള്ള ഒരാളായതുകൊണ്ടും അവളെ ഡൗൺ ആയപ്പം ശരിക്കും ഞാനും നന്നായിട്ട് ഡൗൺ ആയി. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത്യാവശ്യത്തിനെങ്കിലും മേക്കപ്പ് അറിയുന്ന ആർക്കും പറയാൻ തോന്നും, എടേ ഇതിങ്ങനെ നല്ലടേന്ന്. ബ്രഷോ സ്പോഞ്ചോ അറ്റ്ലീസ്റ്റ് ഒരു ടവല് പോലും കയ്യിലില്ലാതെയാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്തത്. എത്ര പെട്ടെന്ന് അവളെ സ്കൂളിൽ പറഞ്ഞു വിടാൻ പറ്റുമോ അത്ര പെട്ടെന്ന് പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു ഞാൻ നോക്കിയൊരു കാര്യം. അവളെ റെഡിയാകാൻ ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ ആദ്യം അഫാഫിനെ കൊണ്ടാക്കിയിട്ട് പിന്നെ അവളെ കൂട്ടാൻ വേണ്ടി ഇക്ക വരാന്ന് പറഞ്ഞപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. എനിക്കറിയാം, പക്ഷെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ആൾ ശരിക്കും ഒന്ന് ഓണായത്. മേക്കപ്പ് എന്ന് പറയാൻ മാത്രമുള്ള മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഐബ്രോ എഴുതി അതിന് മുകളിൽ വൈറ്റ് പൗഡർ ഇടുന്ന കൂട്ടത്തിൽ മൊത്തത്തിലൊന്ന് പൗഡർ ഇട്ട് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് പിന്നെ ഷാഡോ ഇട്ടു. ശേഷമാണ് ഈ ലിപ്സ്റ്റിക്. ഈ ഒരു ഉടുപ്പിന് വേണ്ടി ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഞാനും അബ്ദി. ഇതെൻ്റെ ഫ്രണ്ട് ഹൂദ ചെയ്തതാണ്. ഹൂദ നന്നായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യും. സ്റ്റിച്ചിങ് അങ്ങനെ പുറത്തേക്കൊന്നും ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല. അവളുടെ മക്കൾക്ക് മിടിയും ഈ ഫ്രോക്കും ഒക്കെ ചെയ്ത് കണ്ടിട്ട് സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്ന് വാങ്ങിയതാന്ന് ചോദിക്കുമ്പോഴാണ് അവള് സ്റ്റിച്ച് ചെയ്താണെന്ന് പറയാറ്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ അവള് എനിക്കങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാന്ന് ആണ് പലപ്പോഴും പറയാറ്. പക്ഷെ ഇത് ഞാനൊരു വൈറ്റ് ഫ്രോക്ക് എനിക്കിങ്ങനെ ഒരു ഏഞ്ചൽ ലുക്കിൽ ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ അവളൊരു എന്താ പറയുക, ഒരു പാതി മനസ്സോടെ സംഭവിക്കാന്ന് പറയില്ലേ, അങ്ങനെ സംഭവിച്ചിട്ടാണ് ഈ ഫ്രോക്ക്. ഞാൻ എന്റെ ഡ്രസ് ഇട്ടു പരിപാടിക്കുള്ള. എന്നൊരു സാധനം കൂടി ഉണ്ട് കേട്ടാ, ഒരു റെഡ് ടീഷർട്ട് അല്ലേ ഇടുള്ളൂ, അങ്ങനെ ചെയ്യുന്നില്ലേ. ഇന്ന് ബുക്ക് എല്ലാം ഉണ്ട്. മുടി കെട്ടണം. അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോവുകയല്ല, മുടി കെട്ടണം. ഇനിയും കുറെ പരിപാടികൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് സ്കൂളിലേക്ക് പുറപ്പെടണം. കൈമേ ഗ്ലൗസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ബാക്കിലൊരു സാധനമുണ്ട്, നോക്കൂ. രീതിയില് കണ്ടോ, അപ്പുറത്ത് കണ്ണാടി നായി നോക്കി വെച്ചതോ. ഇത് മതി ഉമ്മ, ഇത് മതി. ഇത്രയും കൂടി നമ്മള് തലമുടി എന്തോ ആവുന്നു. പിന്നെ ഈ ഡ്രസ്സിന്റെ കൂടെ പാർസൽ
ചെയ്തൊരു ക്ലിപ്പുണ്ട്, അതും കൂടി വെക്കണം. പിന്നെ മമ്മിയാണ് എല്ലാം പരിപാടിക്കും ഒരുക്കി. കഥയിൽ പറയാറുള്ള പോലെ വേദനിച്ചപ്പോ മമ്മി പോയിട്ട് ഉമ്മായി. എന്റെ ഇമ്മയാണ് എല്ലാ പരിപാടിക്കും ഒരുക്കി തരിക. അപ്പൊ ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോവുക. ഇക്കാക്ക എന്താ ചെയ്ത് കണ്ട? ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലിപ്പ് ഉണ്ടെന്ന്. ക്ലിപ്പും ആ മുടിമോടൊന്നും വെക്കണം കേട്ടാ. കണ്ടോ? ഇത് നമുക്ക് വെക്കാൻ പോണം. നല്ല കടുപ്പിച്ച് വെക്കല്ലേട്ടാ. ഇവിടെ വെക്കണ്ട, അവിടെ വെച്ചാ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലുതായി മേക്കപ്പ് ചെയ്യണ. ഒരു ദിവസമല്ല 2 ദിവസം ഉണ്ട്. എന്നാണ് വെച്ചാ നമുക്കറിയോ, ഷലോസ് വന്ന സ്കൂളിലേക്ക് വന്ന ദിവസം ഞാൻ അങ്ങനെ വലുതാക്കി ഒരുക്കിയെന്ന അമ്മ. അപ്പൊ ഇന്നും അങ്ങനെ തന്നെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഒരുക്കി തന്നു. ഇതില്ലേ എങ്ങനെയൊക്കെയാന്നറിയോ? ഇത് മുടിമെക്കണത്, അത് അതിന് മേലൊരു ക്ലിപ്പുണ്ട്. ക്ലിപ്പ് നമ്മൾ മുടിമ്പോ കുത്തിയേക്കും. 2 ക്ലിപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. പൊട്ടാട്ടത്, ആരെന്നെ കളിയാക്കരുത്. ഞാന് എന്റെ അമ്മ ഒരു രസത്തിന് വേണ്ടിട്ടാണ് ചെയ്തമ്മ. പിരികത്തുമ്പോ ഒട്ടിച്ചേക്ക. അങ്ങനെ വാങ്ങാൻ നോക്കാം. മോനെപ്പോഴും അയച്ചിട്ടില്ല. ഗ്ലൗസും ഹെയർ ബോയും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ അവള് ചെയ്തത് തന്നെയാണ്. ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി ആയത് പിന്നെ അമ്മയുടെ വയറുവേദന എങ്ങോട്ടാ പോയതെന്ന് കണ്ടില്ല. തൊട്ട് കളിയല്ലേ സ്കൂൾ ബാഗാണോന്ന്. ചെലപ്പം പരിപാടി മാത്രമായിട്ട് അവിടെ നടക്കത്തുള്ളൂ ഇല്ലമ്മ. അങ്ങനുണ്ട്. ഇന്നൊരു സാധനം കൂടി ഉള്ളൂട്ടാ. അത് ഞങ്ങള് വെച്ച് കാണിച്ചത് തലമ്മി കൈമലൂട്ടാ. മടുക്ക് ഹാബണ്ട്. സ്ഥലമില്ല, ഒരു രക്ഷയില്ല. ഇതാണ് എന്താ പറയാ, കോലാട്ട് കോലൊക്കെ വരാം. കോലാട്ട് എന്താ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാത്തത്? എന്നിപ്പോ ഞാൻ പോവാ, എന്റെ പപ്പ വരും. അതെന്താ അങ്ങനെ പറഞ്ഞാല്? അങ്ങനെ പറഞ്ഞാല് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്ലിറ്റർ ആയിട്ടുള്ള ഐ ഷാഡോ ഇട്ട് കൊടുത്തത്. കാരണം അത് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മുഖത്ത് അവിടെ ഇവിടെയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം വല്ലാതെ ഒരു മുഖത്തേക്ക് വല്ലാതെ ഒരു മിനുക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഇട്ട് കൊടുത്തത്. എനിക്ക് ഇത് ഭയങ്കര ഒരു ഏഞ്ചൽ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് വൈറ്റിഷ് ആവാൻ വേണ്ടി ചെയ്തതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല.
വരുന്നുണ്ട് ഞങ്ങളത്. ഇറങ്ങുന്നുള്ളൂ, ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ല. എങ്ങനെയുണ്ട് എന്റെ മുഖം കാണാമോ? ഇപ്പഴോ കാണല്ലേ? അല്ല സോറി, എങ്ങനെയുണ്ട്? മുമ്പ് കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയായി വരണേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും കുറച്ച് സമയത്തൊക്കെ എന്തായാലും ഒരുപാട് പോരായ്മകൾ വീഡിയോ ചെയ്യുന്നതിലുണ്ടായിരിക്കും, ക്യാമറയിലും എഡിറ്റിങ്ങിലും ഒക്കെ. അത് ഇയാണോ പറയേണ്ടത്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇമ്മന്റെ ഫ്രണ്ട് ഉദമാമിയാണ് എനിക്ക് ഈ ഡ്രസ് ഒരുക്കി തന്നത്. ഉദമാമി താങ്ക് യു. അടിപൊളിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായിക്കണേ ഗൈസ്. അപ്പൊ ഞാൻ താങ്ക് യു, ടാറ്റ ടാറ്റ, ബൈ ബൈ, സീ യു. ഈ സാധനങ്ങളൊന്നും കേട്ടോ മൊത്തം വാങ്ങിയത്. അപ്പൊ എന്നാ ഞാൻ ഓഫ് ആക്കാണ്. ടാറ്റ ബൈ ബൈ, സീ യു. ഇതിനൊരു മേക്കപ്പ് ട്യൂട്ടോറിയലായിട്ടോ മേക്ക് ഓവർ ട്യൂട്ടോറിയലായിട്ടോ ഒന്നും കാണാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആള് കുറച്ചെങ്കിലും വയറുവേദന ആയിട്ട് പോലും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഓക്കെ ആയത് ആൾക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവള് കുറച്ച് ലേറ്റായിട്ടാണ് അസംബ്ലിയൊക്കെ ഇത്തിരി പകുതിയൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ എത്തിയതെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും സെലിബ്രേഷനിലൊക്കെ ഉഷാറായിട്ട് പങ്കെടുത്തു. ഒരുപാട് നല്ല നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയിരുന്നു. ചില ഫോട്ടോസ് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്തേക്കാം. ഫാഫിന് പിന്നെ അബ്ദ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളൊരു വൈറ്റ് പാൻറ്റും റെഡ് കുർത്തയൊക്കെ ഇട്ടിട്ടാണ് പോയത്. ആളെ കാലത്ത് ഈ ഒരു തിരക്കിനിടയിൽ എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് അവൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ എടുത്ത ഒരു ഫോട്ടോ ആണിത്.